നമസ്കാരം സാർ. നമസ്കാരം. സാറേ, ഈ കസ്റ്റഡി മർദ്ദന കേസിലെ DYSP മധുബാബുവിനെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചല്ലോ. ആ കേസിൽ അദ്ദേഹം അപ്പീൽ പോയി മേൽക്കോടതിയിലേക്ക്. ആ അപ്പീലിൽ പക്ഷേ ശിക്ഷ റദ്ദാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം കോടതി, ആലപ്പുഴ ജില്ലാ കോടതി നിരാകരിച്ചിരിക്കുകയാണ്. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? ഈ സാധാരണഗതിയിൽ അപ്പീൽ കോടതി ശിക്ഷ റദ്ദാക്കാറുണ്ട്, അപ്പീൽ തീരുന്നിടം വരെ. പക്ഷേ ഈ കേസിൽ കുറ്റക്കാരനാണെന്നുള്ള വിധി മരവിപ്പിക്കണമെന്നുള്ള ഈ പ്രതിയായ മധുബാബുവിൻ്റെ അപേക്ഷ കോടതി തള്ളുകയും ജയിൽ വിടുന്നത് മാത്രം തടഞ്ഞുകൊണ്ടുമാണ് ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. അതായത് തൽക്കാലം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട എന്നുള്ളത് മാത്രം, അത് മാത്രം അനുവദിച്ചു കൊടുത്തുകൊണ്ട് മറ്റപേക്ഷകളെല്ലാം നിഷ്കരുണം തള്ളുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതെ. പക്ഷേ നോക്കൂ, നമ്മൾ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ കേസിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ 2006 ഒരു ഫാക്ടറിയിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ നാട്ടുകാരായ ഒരുപറ്റം ആളുകൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ മുമ്പിൽ നിന്ന് സമരം നടത്തിയതിൻ്റെ പേരിൽ ഈ ആലപ്പുഴ തവണക്കടവുകാരനായ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വളരെ മൃഗീയമായി ക്രൂരമായി ഉപദ്രവിച്ച് അയാളുടെ, യഥാർത്ഥത്തിൽ ഈ കേസിനകത്തിൽ ഗ്രീവിയസ് ഹർട്ടുള്ള കേസാണ്, 325 ഉള്ള കേസാണ്. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ആ 325 ഒഴിവാക്കി 323 കസ്റ്റഡി മർദ്ദനത്തിൽ മാത്രമാണ് കൺവിക്ഷൻ വന്നിരിക്കുന്നത്. അതിലും വലിയൊരു എടുത്തു പറയത്തക്ക വസ്തുത, ഈ കേസിൽ 2 വർഷമാണ് ഇതിൻ്റെ ശിക്ഷ. പക്ഷേ ഇത് മജിസ്ട്രേറ്റ് കോടതി എന്തുകൊണ്ടോ, നമുക്ക് അത്രേ പറയാൻ പറ്റൂ, കാരണം കോടതി ലക്ഷ്യമാവും, എന്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിനെ അപ്പോൾ ഭരിച്ച വികാരം എന്ന് നമുക്കറിയില്ല, അത് 1 മാസമാക്കി. അതായത് അത്രയെങ്കിലും പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേൽക്കോടതി പോയാൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഈ ന്യായാധിപന് തോന്നിയത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയട്ടെ, പോലീസ് പണ്ട് ഒരു ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്തിരുന്ന ഒരു ന്യായാധിപൻ, ആ ന്യായാധിപൻ ഒരു പോലീസ് ഓഫീസർക്ക് വാറണ്ട് അയച്ച അയാളെ മൂലയ്ക്ക് ചേർന്ന് നിർത്തിയതിൻ്റെ പുറത്ത് ആ ന്യായാധിപൻ്റെ വീടിന് കള്ളന്മാരെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. ആ ന്യായാധിപൻ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മോഷണം നടത്തി. അപ്പം കേരള പോലീസ് പലപ്പോഴും ന്യായാധിപന്മാരെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരെന്നോ രാഷ്ട്രീയക്കാരെന്നോ ഒന്നുമില്ല, അവർക്ക് വിരോധമുള്ളവരെ പലപ്പോഴും വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട്. ജഡ്ജിക്ക് പോലും രക്ഷയില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ കേസിൽ ഈ കൺവിക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പീൽ പോയി, അപ്പീൽ കനത്ത് തിരിച്ചടി വന്നതോടെ കൺവിക്ഷൻ നിലനിൽക്കുന്നു. കുറ്റക്കാരനാണെന്നുള്ള വിധി റദ്ദാക്കണമെന്ന മരവിപ്പിക്കണമെന്ന അപേക്ഷ നിഷ്കരുണം കോടതി തള്ളിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഇത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ നമുക്കറിയാം, പോലീസ് ഓഫീസർമാർ തറയുന്നൊരു സ്ഥിരം വാചകമുണ്ട്, ഞാൻ അപ്പീൽ കോടതിയെ സമീപിച്ചിരിക്കണം, അപ്പീൽ കോടതി എനിക്ക് സ്റ്റേ കിട്ടും എന്ന് പറഞ്ഞാണ് ആഭ്യന്തര വകുപ്പിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നത്. പക്ഷേ ഇനിയും ഇക്കാര്യത്തിൽ സർക്കാരിന് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ, ഇയാളുടെ പേരിൽ വകുപ്പ് തല നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സർക്കാർ ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട. കാരണം സർക്കാരിന് ഇനി ഈ പ്രതിയെ ഇനിയും അല്ലെങ്കിൽ ഈ DYSPയെ ഇനി സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നു. തന്നെയുമല്ല, ഇത് ഇയാളുടെ ആദ്യത്തെ കേസല്ല, അതും ഒരു പക്ഷേ കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം, കോടതി അതും പരിശോധിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം ഇത് ചേർത്തല കോടതി തന്നെ 2012 ഒരു BSF ജവാനെ മർദ്ദിച്ച കേസിനകത്ത് ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇയാളുടെ 2ാമത്തെ തടവ് ശിക്ഷയാണ്. തന്നെയുമല്ല, ഇയാൾ കോട്ടയം CI ആയിരുന്ന സമയത്ത് കുമരകം പോലീസ് സ്റ്റേഷനിലെ ഒരു 307, അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ കേസിനകത്ത് ഒരു പ്രതിയെ വഴിവിട്ട് സഹായിച്ച് അതിൽ മഹസൽ കൃത്രിമം കാണിച്ച് തെളിവ് നശിപ്പിച്ച് ഈ പ്രതിക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടത്തി അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് നടപടിയുണ്ട്. ഡീപ്രമോട്ട് ചെയ്തു അല്ല, അതിലല്ല ഡീപ്രമോട്ട് ചെയ്ത്, അതിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ട് ഇയാളെ ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ല എന്ന്. തന്നെയുമല്ല, ഇതിനു മുമ്പ് തന്നെ ഈ കാലയളവിന് മുമ്പില്ല, കോട്ടയത്ത് ഇരിക്കുന്ന കാലയളവിന് മുമ്പ്
കുറവിലങ്ങാട് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്. കുറവിലങ്ങാട് അധ്യാപകനെ മർദ്ദിച്ച കേസിനകത്ത് ജസ്റ്റിസ് ദിനകരൻ്റെ ശുപാർശയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പത്തനംതിട്ട കരിക്കിനത്ത് വസ്ത്രാലയത്തിലെ തെളിവ് നശിപ്പിച്ച് കൃത്യസ്ഥല മഹസൽ കൃത്രിമം കാണിച്ച സംഭവത്തിനകത്ത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. 2015 ജഡ്ജ്മെൻ്റ് ഉണ്ട്. കമാൽ പാഷ ആ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഉദ്യോഗസ്ഥൻ പോലീസ് സേനയുടെ ആത്മാഭിമാനത്തിനും കളങ്കമാണ്, ഇയാളെ പോലുള്ളവർ സർവീസിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വിധികൾ, ഇത്തരത്തിലുള്ള നിരവധി ശിക്ഷകൾ അടക്കം ഡിപ്പാർട്ട്മെൻ്റൽ തലത്തിലും കോടതികളിൽ നിന്ന് തടവ് ആയിട്ടും ശിക്ഷയുള്ള ഈ ഉദ്യോഗസ്ഥനെ ഇനിയും സർക്കാർ സംരക്ഷിക്കുന്നതിനകത്തിൽ സർക്കാരിന് കൈപൊള്ളുന്ന സാഹചര്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇത്തരം സർക്കാർ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം മുൻപ് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കൽ എന്നുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുള്ള കേസാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അടക്കം ചെയർമാൻ അടക്കമുള്ള ശുപാർശകളുണ്ട്. ഈ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഇനിയുള്ള നാളുകൾ ബുദ്ധിമുട്ടിലേക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ പൊളിറ്റിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരായിരിക്കും നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒരുപാട് പഠിപ്പരെ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കറിയാം ആരാണ് സംരക്ഷിക്കുക. പക്ഷേ ആ സംരക്ഷിക്കുന്നവരുടെ കയ്യിൽ പൊള്ളുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം സർ, ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ സർവീസിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകേണ്ട സാഹചര്യം ഉടനടി ഉണ്ടാകുമോ? അതോ അദ്ദേഹം ഇതിനേക്കാൾ വലിയ ഉയർന്ന കോടതികളിലേക്ക് അപ്പീലുമായിട്ട് പോകും? അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷയ്ക്കെതിരെ മേൽക്കോടതിയെ സമീപിച്ചാൽ ആ വിധി മേൽക്കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അതിന് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് സ്വാഭാവികമായിട്ട് അതിന് ഒരു പ്രോപ്പർ സിസ്റ്റമുണ്ട്. പക്ഷേ ഇതിനകത്ത് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു പെട്ടെന്നൊരു പിരിച്ചുവിടൽ പറ്റത്തില്ലെങ്കിൽ പോലും പിരിച്ചുവിടാൻ തക്ക ഒരു സഫീഷ്യൻറ്റ് റീസണാണ് ഇതോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും പോലും 2 കൺവിക്ഷൻ ഇല്ലാത്തവരെ പോലും പിരിച്ചുവിട്ടിട്ടുണ്ട്, 1 കൺവിക്ഷൻ ഉള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ഇത്രയും വകുപ്പ് തല നടപടി ഉള്ള ഒരാളിനെ ഇത് ഒരു പാഠ്യ വിഷയമാക്കി പോലീസ് ഓഫീസർമാരെല്ലാം എടുക്കും. ഇങ്ങനൊരു ലോക ക്രിമിനൽ ഉണ്ടായിട്ട് അയാളെ പുറത്താക്കിയില്ല, ഞങ്ങളെ മാത്രം പുറത്താക്കി എന്ന് പറഞ്ഞ് ഈ കേരള പോലീസിലെ ഓഫീസർ റാങ്കിലുള്ള പോലീസ് കോൺസ്റ്റബിളിനെ തൊട്ട് ഓഫീസർ റാങ്കിൽ വരെയുള്ള പുറത്താക്കിയവർക്ക് ഇത് ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് സർവീസിലേക്ക് തിരിച്ചു കയറാനുള്ള വഴി ഇതുകൊണ്ടുണ്ടാകുമെന്നുള്ള വളരെ അപകടകരമായ ഒരു കാര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും സാർ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇനി മേൽക്കോടതിയെ സമീപിക്കാൻ കൂടുതൽ ഉയർന്ന കോടതികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണെന്ന് സാറ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ അടിയന്തരമായിട്ടൊരു വകുപ്പ് തല നടപടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും വകുപ്പ് തല നടപടിയിലേക്ക് പോയില്ല എങ്കിൽ അത് പോലീസ് സേനയുടെ തന്നെ മുറയിലിനെ തീർച്ചയായിട്ടും ബാധിക്കും. തന്നെയല്ല, ഇത് 1-2 ഗുരുതരമായ കൃത്യവിലോപങ്ങളോ അല്ലെങ്കിൽ 1-2 വകുപ്പ് തല നടപടികളോ 1-2 കൺവിക്ഷനോ മാത്രമല്ലല്ലോ. നിലവിൽ ഇദ്ദേഹം 5ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതാണ് ഞാൻ അടുത്ത ചോദിക്കാൻ വന്നത്. നിലവിൽ 5ഓളം കേസുകൾ പ്രതിയാണ്. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കേസിനകത്ത് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും സാങ്ഷൻ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഈ ചേർത്തല ഈ ഇപ്പം ശിക്ഷിക്കപ്പെട്ട കേസിലും ഇതിനു മുമ്പ് ചേർത്തല കോടതി ഒരേ കോടതി തന്നെയാണ്. അതായത് ചേർത്തല കോടതിയുടെ ആദ്യ ശിക്ഷ 2012 വന്നെങ്കിൽ 2024 12 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിൽ ചേർത്തല കോടതി ശിക്ഷിക്കുന്നു. ഈ കേസുകളിലെല്ലാം ഇയാൾ സ്ഥിരമായി പോകുന്നത് ഈ സാങ്ഷൻ എന്ന് പറയുന്ന, അതായത് പോലീസ് ഉദ്യോഗസ്ഥനെ വിചാരണ നടക്കണമെങ്കിൽ, അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യണമെങ്കിൽ മുൻകൂർ അനുമതി വേണം, സാങ്ഷൻ വേണം എന്ന് പറഞ്ഞൊരു സാങ്കേതികത ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ മേടിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ കേസ്, ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളിനെ മർദ്ദിച്ച കേസിനകത്ത് 2006 തുടങ്ങിയ നിയമയുദ്ധമാണ്. ഒരു മനുഷ്യൻ, ഒരു സാധാരണ ദരിദ്രനായ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ 2006 മുതൽ 2024 വരെ എത്ര രൂപ 18 വർഷക്കാലം തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടാണ് അയാളെ എന്ത് ചെയ്തത്? നീതിക്ക് വേണ്ടി പോരാടിയത്. അതുപോലെ തന്നെ അവിടുത്തെ ഈ കേസ് നടത്തിയ അഡ്വക്കേറ്റ് ജൂഡ്, അദ്ദേഹവും ഈ കേസിന് വേണ്ടി ഇത്രയും കാലം 2006 മുതൽ 2024 വരെ ഒരു അഭിഭാഷകന്റെ ജീവിതത്തിലെ ഇത്രയും നീണ്ട കാലയളവ്, അതിനിടയ്ക്ക് ഉണ്ടായിട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ബുദ്ധിമുട്ടുകൾ, അതിനിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, തന്നെയുമല്ല ഈ വിചാരണ നടക്കുന്ന സമയത്തേക്ക്
വിചാരണയുടെ അന്തിമഘട്ടത്തിൽ ഈ വിചാരണ പൂർത്തിയാവാറായ സമയത്തേക്ക് ആ സ്ഥലത്ത് തന്നെ പോസ്റ്റിംഗ് മേടിച്ച് DYSP ആയിട്ട് ഇവിടെ എത്തി. കാരണം വിചാരണയെ അട്ടിമറിക്കാൻ വേണ്ടി. അപ്പം അത്തരത്തിൽ ഇത് പോലീസ് സേനയുടെ തന്നെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ല. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ജയശങ്കർ സാറ് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട്, നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ വളരെ വിശദമായിട്ട് തന്നെ ജയശങ്കർ സാർ കാര്യങ്ങളെപ്പറ്റി ഒക്കെ വളരെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ സമഗ്രമായും ശാസ്ത്രീയമായും ഈ വിഷയം പഠിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സാറ് ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഈ മേൽക്കോടതിയിൽ നിന്ന് സിദ്ധാർത്ഥന് നീതി ലഭിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ. അല്ല, ഇതിനകത്തിൽ ഏറ്റവും നമുക്ക് സങ്കടകരമായ കാര്യം ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ, മജിസ്ട്രേറ്റ് കോടതി ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ടും സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് 325 ഒഴിവാക്കുകയും ഈ ഇതിൽ കൊടുക്കാവുന്ന ശിക്ഷയുടെ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള, സത്യത്തിൽ നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഇതിനേക്കാട്ടി ഭേദം വെറുതെ വിടുന്നതായിരുന്നു. പക്ഷേ എന്തായാലും മേൽക്കോടതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന് നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മേൽക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നീതി തന്നെയാണ്. അവിടുത്തെ ന്യായാധിപനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു അദ്ദേഹത്തിന് നല്ലൊരു നമസ്കാരം അദ്ദേഹത്തിന്. കാരണം നമുക്ക് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യായാധിപന്മാർ ജുഡീഷ്യറിയിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു മാത്രമേ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ജഡ്ജിമാർ നീതിന്യായ കോടതികളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനെങ്കിലും നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ നീതി നടപ്പാക്കേണ്ടവരാണ്, അവർ നിയമം നടപ്പാക്കേണ്ടവരാണ്, അല്ലാതെ അത് ലംഘിക്കേണ്ടവരല്ല എന്ന ഒരു ചരിത്ര വിധി കൂടി ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതിന് നമുക്ക് ആലപ്പുഴ ജില്ലാ കോടതി ആ വിധി കൊടുത്ത ജില്ലാ കോടതിയോട് നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും നമുക്ക് എന്താ പറയുന്നത് മാതൃകയാക്കണം. കാരണം കുറ്റക്കാരനാണെന്നുള്ള വിധി അദ്ദേഹം സ്റ്റേ ചെയ്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിപ്പരം ഒരു നീതിന്യായ കോടതിയിൽ നിന്നൊരു മനുഷ്യനെ 18 വർഷക്കാലത്തെ പോരാട്ടത്തിൽ നിന്ന് സിദ്ധാർത്ഥന് കിട്ടിയ ഒരു അംഗീകാരമാണ് മേൽക്കോടതിയിൽ കിട്ടിയ ഈ വിധി. എന്തായാലും നമ്മുടെ ജനമൈത്രി പോലീസ് കൂടുതൽ ജനങ്ങളോട് മൈത്രിയുള്ളവരാകട്ടെ, നിരപരാധികളെ ഉപദ്രവിക്കുന്നവർ ആകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊരു നല്ല പാഠമാണ്, പോലീസ് സേനയ്ക്ക് മുഴുവനും ഇതൊരു നല്ല പാഠമാണ്. നല്ല ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും സാധാരണ മനുഷ്യൻ 18 വർഷക്കാലം പോരാടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ജോമൻ പുത്തമ്പരയ്ക്കൽ അഭയയ്ക്ക് വേണ്ടി പോരാടി ജീവിതം ബലിയർപ്പിച്ചുകൊണ്ടൊക്കെ ഈ സിദ്ധാർത്ഥന്റെ പോരാട്ടം ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടം തന്നെയാണ്. അങ്ങനെ ആയിത്തീരട്ടെ. നമുക്ക് സിദ്ധാർത്ഥൻ വിജയിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലാ കോടതിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.